ഇവിടെ നമ്മുടെ കുടുംബ സംഗമം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പല തിരക്കുകൾക്കിടയിലും പലരും ബന്ധങ്ങൾ തന്നെ മറന്നു പോകുന്ന ഈ കാലത്ത് ഒരു കുടുംബത്തിലെ മുഴുവൻ കുടുംബാംഗങ്ങളെയും ഒന്നിപ്പിച്ച് ഒരു സംഗമം നടത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ ഈ പരിപാടി ആർക്കോ റിസോർട്ടിൽ വെച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുവിധം കുഞ്ഞുകുട്ടികളും പ്രായമായവരും എല്ലാവരും തന്നെ നാട്ടിലുള്ളവർ മുഴുവൻ ആൾക്കാരും നമ്മുടെ ഈ ഒരു സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ ഈ സംഗമത്തിൽ നമ്മൾ ചെയ്തത് നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന വല്യമ്മയെ ആദരവ് കൊടുത്തുകൊണ്ടാണ്. കൂടാതെ ഹെഡ് മാസ്റ്റർ തസ്തികയിൽ നിന്ന് വിരമിച്ച കുഞ്ഞമ്മാവനും ആദരവ് നൽകി. തുടർന്ന് നമ്മുടെ തറവാട്ടിൽ നിന്നും ദീർഘകാലത്തെ ആർമി സേവനത്തിന് ശേഷം ഈ അടുത്ത് വിരമിച്ച നമ്മുടെ തറവാട്ടിലെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠനെയും ആദരവ് നൽകി. വല്യമ്മാവനും കുഞ്ഞമ്മാവനും കൂടിയാണ് ഈ ചടങ്ങുകളൊക്കെ ഇവിടെ നിർവഹിച്ചത്. ഈ കുടുംബ സംഗമത്തിന് ഇവിടെ എത്തിച്ചേർന്ന ചുണ്ടത്തറവാടിലെ എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ നന്ദി അറിയിക്കുന്നു. ഇന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇന്റർനെറ്റും മൊബൈലും പരസ്പരം കണ്ടാൽ സംസാരിക്കാൻ പോകുമ്പോഴോ സമയം കിട്ടാത്ത ഒരു കാലഘട്ടം. നന്ദി അറിയുന്നു. സംഗമമാണ് ഇവിടെ ചേരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സംഗമത്തിന് കഴിഞ്ഞ സംഗമത്തിന് വ്യത്യസ്തമായി ഒരു ഔപചാരികതയും വേണ്ട എന്ന് എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിരുന്നു. ആദ്യമേ ആ ഒരു മുഷിപ്പ് ഒഴിവാക്കുന്നതിന് ഔപചാരികതയൊന്നും വേണ്ട, ഒരു ഈശ്വര പ്രാർത്ഥനയോ സ്വാഗതമോ അധ്യക്ഷനോ ഒന്നും വേണ്ട. അപ്പൊ നമ്മൾ അതല്ല ഉദ്ദേശിക്കുന്നത്. ഈ 65ഓളം അംഗങ്ങളെ ഒറ്റ സ്ട്രെച്ചിൽ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ വയറ് നിറഞ്ഞു. ഇന്ന് ചായ കുടിച്ചില്ല, കാര്യമായിട്ട് ചായ കുടിച്ചില്ല, പക്ഷെ എന്നാലും വയറ് നിറഞ്ഞു. ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒരാളി എന്ന് പറയുന്നത് അപ്പാപ്പൻ്റെയാണ്. അപ്പാപ്പൻ നമ്മളെ വളർത്തിയതും അപ്പാപ്പൻ കണ്ട് വളർന്നതും കൊണ്ട് മാത്രമാണ് നമ്മുടെ ഇങ്ങനെ. സംഗമവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഒഫീഷ്യൽ പരിപാടിയും തുടർന്ന് നമ്മുടെ കുടുംബത്തിൽ ഒട്ടനവധി കലാകാരന്മാരാണുള്ളത്. അവരുടെയൊക്കെ കലാപരിപാടികളായിരുന്നു. പിന്നെ അങ്ങോട്ട് കൊച്ചുകുട്ടികളും മുതിർന്ന ആൾക്കാരും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. സംഗമ പരിപാടിയിൽ ചമ്മോസ് അവരുടെ പാട്ട് ആദ്യം തന്നെ അങ്ങ് പാടി. മുത്തപ്പൻ്റെ ഒരു ഭക്തിഗാനം പാടി ആരോ മുരുമങ്ങ് തകർത്തു. ഇപ്പോൾ നമ്മുടെ ടീ ടൈമാണ്. രാവിലെ തന്നെ ഇവിടെ വെൽക്കം ഡ്രിങ്കെല്ലാം ഇവിടെ റെഡിയായിരുന്നു. ഇപ്പോൾ നമുക്ക് നല്ല പഴംപൊരിയും നല്ല കോഫിയും ഈ ഒരു സമയത്ത്. അപ്പം എല്ലാവരും അതൊക്കെ കഴിക്കുന്ന തിരക്കിലാണ്.
തുടർന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് പുതുതായി കടന്നു വന്ന ഡോക്ടർ പല്ലവിയുടെ അതിമനോഹരമായ വയലിൻ ഫ്യൂഷൻ, ഒരുപാട് ഷോർട്സുകളും കീർത്തനങ്ങളുമായി കുറച്ചധിക സമയമെടുത്തെങ്കിലും നമ്മളെല്ലാം ആ സംഗീതത്തിൽ ലയിച്ച് സമയം പോയതുപോലും അറിഞ്ഞില്ല. പരിപാടിക്കൊക്കെ ശേഷം നമ്മളിനി ഫുഡിന് മുമ്പ് ഒരു ഫോട്ടോ സെക്ഷനാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാവരും സിംഗിളായിട്ടും കപ്പിൾസായിട്ടും ഫാമിലി ആയിട്ടുമൊക്കെ ഈ ആർക്കോ റിസോർട്ടിൻ്റെ സൗന്ദര്യം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ സെക്ഷനാണ്. എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഫോട്ടോ എടുത്തു. മാത്രമല്ല നമ്മളെല്ലാവരും ഫാമിലി ഉണ്ടായിരുന്നു. പരസ്പരം സംസാരിച്ചും ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഫോട്ടോ എടുത്തും സംസാരിച്ചൊക്കെ ഇവിടുന്ന് നമ്മൾ കുറച്ചധികം സമയം ഇവിടെ ചെലവഴിച്ചു. അപ്പോൾ അവിടെ വളരെ മനോഹരമായൊരു സ്ഥലമാണ്. പാറക്കെട്ടിൻ്റെ മാതൃകയിലാക്കി അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ആക്കി ഒരു വാട്ടർഫാൾസ്. അപ്പോൾ അതൊക്കെ മൊത്തത്തിൽ കാണുമ്പോൾ നല്ലൊരു വൈബാണ്, ആ ഒരു കണ്ടീഷനാക്കി. അപ്പോൾ നമ്മളവിടെ വന്നപ്പോൾ തന്നെ അവിടുന്ന് വാട്ടർഫാളൊക്കെ അവിടെ ഓൺ ചെയ്ത് തന്നു. എല്ലാം ആർട്ടിഫിഷ്യലായി നിർമ്മിച്ചതാണ്. അതൊക്കെ അതിൻ്റെ ഓൺ ചെയ്ത് നല്ല നമ്മുടെ ഫോട്ടോക്കും അവിടെ ഒരു നല്ലൊരു വൈബ് ഒരുക്കി തന്നു ഇവിടെ ആർക്കോയിലെ ആൾക്കാർ. അതിനുശേഷം ഗ്രാൻഡ് ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ബിരിയാണി, ചിക്കൻ 65, ഐസ്ക്രീം, അങ്ങനെ വളരെ നല്ല ഫുഡായിരുന്നു. നല്ല സൂപ്പർ ബിരിയാണിയായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് നമുക്കത് കഴിച്ചു. എല്ലാവരും ആസ്വദിച്ച് കഴിച്ചു എല്ലാവരും. തുടർന്ന് അവിടെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ചമ്മൂസും അതുപോലെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും റൈസിങ്, അതുപോലെ ഗെയിമുകൾ, അങ്ങനത്തെയൊക്കെ ചില പരിപാടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിലെല്ലാവരും എൻജോയ് ചെയ്തു.
പിന്നെ നമ്മുടെ സംഗമത്തോടനുബന്ധിച്ച് ഒരു കേക്ക് മുറിക്കാറുണ്ടായിരുന്നു. എപ്പോഴും നമ്മളത് ആദ്യം തന്നെയാണ് അത് മുറിക്കാറ്. പക്ഷേ ഇവിടുന്ന് നമുക്ക് കേക്ക് കിട്ടാൻ വേണ്ടി ചെറിയ ലേറ്റായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ അവസാന ഘട്ടത്തിലാണ് ഇത്തവണ കേക്ക് മുറിച്ചത്. കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും നമ്മൾ പിന്നെ നല്ല കേക്കിൻ്റെ പീസൊക്കെ സപ്ലൈ ചെയ്ത് വല്യമ്മയിലുണ്ട്. വല്യമ്മക്ക് ആദ്യം തന്നെ നമ്മൾ കേക്ക് മുറിച്ച് മധുരം നൽകി. ഇനി അങ്ങോട്ട് അല്പം നല്ല DJ സോങ്ങൊക്കെ എല്ലാവരും ഡാൻസൊക്കെ കളിക്കാനുണ്ട്. ഡാൻസൊക്കെ കളിക്കാനുള്ള സ്ഥലം അതൊക്കെ എല്ലാവരും മാക്സിമം കണ്ടിട്ട് തുടർന്ന് അങ്ങോട്ട് നമ്മുടെ കുടുംബത്തിലെ പ്രായമായവരും എന്തെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പരസ്പരം സംസാരിക്കുകയും പാട്ടൊക്കെ പാടുകയായിട്ട് നമ്മുടെ ഈ ഒരു മനോഹരമായ ഒരു ദിവസം, ഈ ഒരു കുടുംബ സംഗമം ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ് ഉണ്ടായത്. നമ്മളടുത്ത ഒരു ഫാമിലി ടൂറിന് വേണ്ടിയുള്ള പ്ലാനിങ്ങോട് കൂടിയാണ് ഈ ഒരു സംഗമം ഇവിടെ അവസാനിപ്പിച്ചത്. അപ്പം അതൊക്കെ നമുക്കിനി അടുത്ത് തന്നെ പ്ലാൻ ചെയ്യും എന്നൊരു വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അരികത്ത് വളയറിഞ്ഞപ്പോൾ വളരെത്തിയ വളയറിഞ്ഞപ്പോൾ വളകിലൂട്ടിയ സുന്ദരി വാഴക്കൈ പഞ്ചാര പറങ്കിലിക്ക് കാട്ട് കരളെ ഉമ്മാന്റെ പൊരുളി കാണു നീ നമുക്ക് ആടവേണം വേണം പഞ്ചാര പറങ്കിലിക്ക് ഉമ്മാന്റെ കരളെ ഉമ്മാന്റെ കരളി കാണു നീ നമുക്ക് കാണു നീ നമുക്ക് കിട്ടാനുടനി മരിച്ച് കിട്ടാൻ
വേണം വേണം പഞ്ചാര പണിക്ക് താന്റെ കാര്യം താഴു നീ അമ്മക്ക് ചെറിയ കാര്യമല്ല കേട്ടോ. നിങ്ങൾ അതാദ്യം മനസ്സിലാക്കുക. എത്രയോ കുടുംബങ്ങൾ നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചാൽ ഗ്രൂപ്പിലൊക്കെ എത്ര കുടുംബങ്ങളുണ്ട് അവർക്കൊന്നും ഇതുവരെ ഒരു സംഗമം നടത്താൻ സാധിച്ചിട്ടില്ല. ഇത് നമ്മളുടെ ഐക്യത്തിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. എല്ലാ കുടുംബാംഗങ്ങളും നമ്മൾ ഒറ്റ ഒരു ചരടിൽ കോർത്ത രുദ്രാക്ഷം പോലെ നമ്മളെ ഏറ്റവും എല്ലാം ഒരേ ഒന്ന് പറഞ്ഞ എല്ലാവരും അതിനെ സമ്മതിച്ചു എന്നുള്ളതാണ്. ഗംഭീര ടൂറായി കൊടൈക്കനാൽ പഴനി ഗംഭീര ടൂറായി 3 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. അതിൽ പങ്കെടുത്തവർ കൂടിയിട്ട് പക്ഷെ അതിൽ നമുക്കൊരു പാളിച്ച വെച്ച് എല്ലാ കുടുംബാംഗങ്ങളും പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷേ അതിൽ മറ്റൊന്ന് പറ്റി മറ്റ് കുടുംബാംഗങ്ങളെ ഉൾപ്പെടാത്ത മറ്റ് ചില അധ്യക്ഷനായി നിൽക്കേണ്ട ഒരു ഞാനാണ്. ഈ ഞായറാഴ്ചകളിലെല്ലാം ഈ ജനുവരി വരെ എൻ്റെ ഒരു പരിപാടിയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞാൽ മദ്യപാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പം ഞാൻ സാധാരണ നമ്മളെ കൂട്ടായ്മയിൽ പറയുന്ന കാര്യമാണ്, ഞാൻ ഒരു അമിത മദ്യാസക്തൻ, ഇന്നേ ദിവസം മദ്യപിച്ചിട്ടില്ല, എൻ്റെ പേര് മധു. അപ്പം മദ്യപാനം ഒഴിവാക്കിയിട്ട് ഇന്നേക്ക് 7 വർഷം 26 ദിവസം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇത് എല്ലാവർക്കും ഇതിൻ്റെ രോഗമല്ല, നമ്മളെ ഷുഗർ, പ്രഷർ അങ്ങനെയുള്ള രീതിയിലുള്ള എല്ലാ ആ രോഗത്തിന് ഒരു മരുന്ന് ഈ മദ്യാസക്തിയിലെ രോഗത്തിനില്ല, മരുന്നില്ല. അപ്പം 100 പേരിൽ 20 പേർക്കാണ് ഈ ഒരു മദ്യാസക്തി രോഗം പിടിപെടുന്നത്, എല്ലാവർക്കും ഇല്ല. പക്ഷെ കുടുംബം ഇത് പല വേദികളിൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈ ഒരു വാക്യത്തെ അന്വർത്ഥമാക്കുന്നതാണ് നമ്മുടെ കുടുംബം. ഇങ്ങനെ ഒരു കുടുംബ സംഗമം നടന്നില്ലെങ്കിൽ കൂടി നമ്മൾ ഒരുമിച്ച് ചേരുന്ന ഓരോ അവസരവും ഒരു സംഗമത്തോളം അല്ലെങ്കിൽ ചിലപ്പോൾ അതിലും കൂടുതൽ സന്തോഷം നിറഞ്ഞതാക്കി തീർക്കുന്നതാണ് നമ്മുടെ ഓരോ കൂടിച്ചേരലുകളും. മൂത്ത ചേച്ചിയാണ് പാർവതിക്കും. അപ്പൊ ഇത് കൺകുളുക്കെ കണ്ടതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ കുടുംബങ്ങളെല്ലാം ഒരേ ഫ്രെയിമിൽ കാണാനും പരസ്പരം സംസാരിക്കാനും കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഒരു 2-3 കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളോട് പറയാനുണ്ട്. ഇതിൻ്റെ അഡ്മിൻ പ്ലാനിനെ കുറിച്ച്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ച്, ഭാവിയിലെ 1-2 കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കണം എന്നൊരൊറ്റ അപേക്ഷ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഈ എല്ലാവരുടെ അനുഭവത്തോടും പറഞ്ഞെന്നാണ് പറയുന്നത്. വളരെ പ്രയാസങ്ങളൊക്കെ സഹിച്ച് പ്രതികൂല കാലാവസ്ഥയിലും ഈ സംഗമത്തിൽ എത്തിച്ചേർന്ന ചുണ്ടത്തറവാടിലെ എല്ലാ കുടുംബാംഗങ്ങളും ഞാൻ നന്ദി പ്രത്യേകം അറിയിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മളെല്ലാവരും ഇവിടെ വന്നു, പരിപാടികളൊക്കെ കണ്ടു, ചായ കുടിച്ചു, ബിരിയാണി കഴിച്ചു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചില അഡ്മിൻ പ്ലാനുകളുണ്ട്. ഒന്ന് എൻ്റെ അനിയൻ കുഞ്ഞീഷൻ, അതുപോലെ സാജേഷ്, പ്രിയേഷ്, കുണ്ടൻ, അനൂപ്, ജിജേഷ്, ശരവണൻ, ഷൈജു, ബൈജു, അങ്ങനെ ഒട്ടേറെ ആൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇതൊക്കെ പിന്നെ വാട്സപ്പ് മെസ്സേജിൽ കൂടി സിജുനെ വിട്ടുമില്ല, വാട്സപ്പ് മെസ്സേജിൽ കൂടിയാണ് ഇത് പിന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്.
നമുക്കിതുപോലൊരു കുടുംബ സംഗമം നടത്തണോ വേണ്ടയോ? ഒന്ന് വേണ്ടെന്നാ പറയുന്നത്, ഒച്ചത്ത് പറയും വേണം. അപ്പൊ അതുപോലെ കുടുംബ സംഗമം നടത്തണം. എല്ലാ കുടുംബാംഗങ്ങളും ഒത്തൊരുമിച്ച് കൂടണം. നമുക്ക് ഇതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതേണ്ടത്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ തന്നെ പരസ്പരം നമ്മൾ ഷെയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒന്നുകൂടി നന്ദി അറിയിച്ചത് കൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഈ കുടുംബ സംഗമത്തിന്റെ പ്രധാന ചടങ്ങായിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി അപ്പൊ നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കുകയാണ്. അപ്പൊ എല്ലാവരും നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി അടുത്തിരിക്കുക.